ഉത്തരേന്ത്യയിലെ അവസാന പിടിവള്ളിയും കോൺഗ്രസിന് നഷ്ടമാകാൻ പോകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. 9 കോൺഗ്രസ് MLA-മാർ കൂടി അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. ഇവരിനി എപ്പോഴാണ് മറുകണ്ഠം ചാടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഇടപെടലുകളിൽ മനം മടുത്താണ് ഈ 9 പേരെന്നാണ് റാണയുടെ കുറ്റപ്പെടുത്തൽ. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് ഇടുങ്ങിയ മനസ്സാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ് MLA-മാരുടെ അനുയായികളെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടത്തുന്നവരുടെ കച്ചവടം പൂട്ടിച്ചു. അവരെ പിന്തുണയ്ക്കുന്നവർക്ക് മേൽ പലവിധ സമ്മർദ്ദങ്ങളും ചെലുത്തുകയാണെന്നും രജീന്ദർ റാണെ ആരോപിച്ചു. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തങ്ങൾക്കെതിരെ സ്പീക്കർ കുൽദീപ് സിംഗ് പത്താനിയ നടപടിയെടുത്തത്. ഏകപക്ഷീയമായി അയോഗ്യരാക്കാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. സ്പീക്കറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും രജീന്ദർ റാണെ പറഞ്ഞു. കൂറുമാറി BJPക്ക് വോട്ട് ചെയ്തതിന് കോൺഗ്രസ് MLA-മാരായ സുധീർ ശർമ്മ, രജീന്ദർ റാണെ, ദേവേന്ദർ കെ ഭൂട്ടോ, രവി താക്കൂർ, ചൈതന്യ ശർമ്മ, ഇന്ദർദത്ത് ലഖൻപാൽ എന്നിവരെയാണ് അയോഗ്യരാക്കിയത്. അതേസമയം സ്പീക്കർ അയോഗ്യരാക്കിയ 6 MLA-മാരെയും തിരിച്ചെടുക്കണമെന്ന നിലപാടിലാണ് മന്ത്രി വിക്രമാദിത്യ സിംഗ്. വിമത MLA-മാരെ ഹരിയാനയിലെത്തി വിക്രമാദിത്യ സിംഗ് കണ്ട് ചർച്ച നടത്തിയിരുന്നു. പ്രശ്നം വീണ്ടും പുകയുന്നത് കണക്കിലെടുത്ത് കേന്ദ്ര നിരീക്ഷകർ പ്രശ്നപരിഹാര ചർച്ചയ്ക്കായി വീണ്ടും ഹിമാചലിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഈ 9 MLA-മാർ കൂടി കോൺഗ്രസ് പാളയത്തിൽ നിന്നും രാജിവെക്കുകയാണെങ്കിൽ തീർച്ചയായും സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ മുഖ്യമന്ത്രി കസേര രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല.